നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കോൺഗ്രസ് തിരിഞ്ഞു നോക്കുന്നില്ല. ദുരന്തബാധിതർക്ക് എന്ന പേരിൽ കല്ലിട്ട ഭൂമിയിലേക്ക് വഴി കാണിച്ചു ഡിവൈഎഫ്ഐ. തമിഴ്നാട്ടിൽ പടക്ക നിർമ്മാണശാലയിൽ വൻ സ്ഫോടനം, 17 മരണം, പലരുടെയും നില ഗുരുതരം. പ്രധാനമന്ത്രിയുടെ അഭിസംബോധന പെരുമാറ്റച്ചട്ട ലംഘനം CPM. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സംസ്ഥാനത്ത് പലയിടത്തായി വേനൽ മഴയും കനത്ത കാറ്റും, മരങ്ങൾ കടപുഴകി വീണു. നാളെ മുതൽ ചെങ്കലിന് വില കൂടും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തമിഴ്നാട്ടിൽ പടക്ക നിർമ്മാണശാലയിൽ വൻ സ്ഫോടനം, 17 മരണം, പലരുടെയും നില ഗുരുതരമാണ്. തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 17 പേരാണ് മരിച്ചത്. പരിക്കേറ്റ കൂടുതൽ പേരുടെ നില ഗുരുതരമാണ്. 50-ലേറെ പേർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും പലരും കുരുങ്ങി കിടക്കുകയാണെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കട്ടാനാർപ്പട്ടിയിലെ വനജ ഫയർവർക്സ് എന്ന പടക്ക നിർമ്മാണശാലയായിരുന്നു പൊട്ടിത്തെറിയുണ്ടായത്. 4 മുറികളുള്ള കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ മുറികളും സ്ഫോടനത്തിൽ തകർന്നു. സ്ഫോടനമുണ്ടായപ്പോൾ 10 കിലോമീറ്റർ ദൂരത്ത് വരെയും പ്രകമ്പനം ഉണ്ടായതായി പ്രദേശവാസികൾ പറഞ്ഞു. സ്ഫോടനത്തെ തുടർന്ന് പ്രദേശമാകെ പുക നിറഞ്ഞിരിക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനം ഉടൻ തന്നെ ആരംഭിച്ചു. അപകട കാരണം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അപകടത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അനുശോചിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും മേൽനോട്ടം വഹിക്കാനും ദുരന്ത ബാധിതരായ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനുമായി 2 മന്ത്രിമാരോട് ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്താൻ നിർദ്ദേശിച്ചിരുന്നു സ്റ്റാലിൻ അറിയിച്ചു. സംസ്ഥാനത്ത് പലയിടത്തായി വേനൽ മഴയും കനത്ത കാറ്റും, മരങ്ങൾ കടപുഴകി വീണു. സംസ്ഥാനത്ത് പലയിടങ്ങളായി ശക്തമായ വേനൽ മഴയും കാറ്റും അനുഭവപ്പെടുകയാണ്. ഇടുക്കിയിൽ ദേശീയപാത 85-ന്റെ പാതയോരങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിയും മിന്നലും അനുഭവപ്പെടുന്നുണ്ട്. നേര്യമംഗലം മുതൽ വാളയാർ വരെയുള്ള ഭാഗത്ത് ശക്തമായ മഴയാണ് ലഭിച്ചത്. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കനത്ത മഴ ലഭിക്കുന്നുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് വിവിധ പാതകളിൽ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. ഇടുക്കി ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. വാളറ ഭാഗത്ത് നിരവധി മരങ്ങളാണ് കടപുഴകി വീണത്. തൊടുപുഴ നഗരത്തിൽ മഴ അനുഭവപ്പെട്ടില്ലെങ്കിലും സമീപ പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. വയനാട്ടിലെ പൂതാടി പഞ്ചായത്തിൽ ശക്തമായ കാറ്റും മഴയും ആലിപ്പഴ വർഷവും അനുഭവപ്പെട്ടു. 3 മണിയോടെയാണ് കനത്ത മഴ പെയ്തത്. പാപ്രശ്ശേരി, അഴീക്കോട് നഗർ ഭാഗങ്ങളാണ് കനത്ത മഴ പെയ്തത്. ഇടുക്കി, എറണാകുളം, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രധാനമന്ത്രിയുടെ അഭിസംബോധന പെരുമാറ്റച്ചട്ട ലംഘനം CPM. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തമിഴ്നാട്, പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച രാജ്യത്തോടായി നടത്തിയ അഭിസംബോധന പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് CPM. സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM ജനറൽ സെക്രട്ടറി MA ബേബി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്രധാനമന്ത്രി രാഷ്ട്രീയ സന്ദേശം നൽകാൻ ദൂരദർശനെ ദുരുപയോഗം ചെയ്യുകയായിരുന്നെന്നും തെരഞ്ഞെടുപ്പ് വേളയിൽ പൊതു സംപ്രേഷണ സംവിധാനത്തെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്നും പരാതി പറയുന്നു. ഭരണഘടനാ ഭേദഗതി നീക്കം പാർലമെൻറ്റിൽ പാളിയതിൻ്റെ ചാളിയം മറയ്ക്കുന്നതിനായി നടത്തിയ അഭിസംബോധനയിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായി അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളാണ് മോദി ഉയർത്തിയത്. ഏകപക്ഷീയമായി മണ്ഡല പുനർനിർണയം നടത്താനുള്ള ഗൂഢനീക്കം പാർലമെൻറ്റിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ വനിതാ സംവരണത്തെ പ്രതിപക്ഷം അട്ടിമറിച്ചുവെന്ന അടിസ്ഥാനരഹിതമായ കുറ്റപ്പെടുത്തൽ നടത്തിയത്. കണ്ണൂർ പയ്യന്നൂരിൽ CPM പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പയ്യന്നൂരിലെ പാർട്ടിക്കെതിരായി ആസൂത്രിതമായ ഗൂഢാലോചന നടത്തുകയും പാർട്ടി വിരുദ്ധ ശക്തികളെ സഹായിക്കുകയും ചെയ്തതായി പാർട്ടിയുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിനാൽ പയ്യന്നൂർ AKG ഭവൻ ബ്രാഞ്ച് അംഗം T പുരുഷോത്തനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയായി പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് അറിയിച്ചു. പ്രൊഫസർക്കെതിരായ നടപടി മരവിപ്പിക്കണം IHRD എംപ്ലോയീസ് യൂണിയൻ. IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായ തരം താഴ്ത്തിയ നടപടി മരവിപ്പിക്കണമെന്ന് IHRD എംപ്ലോയീസ് യൂണിയൻ. 32 വർഷത്തെ മികച്ച സേവനത്തിലുള്ള അധ്യാപകനെതിരെയുള്ള നടപടി തികച്ചും അന്യായമാണ്. അധ്യാപകനെതിരെ വ്യക്തിത്വ വിദ്വേഷം തീർക്കാൻ ഡയറക്ടർ ഡോക്ടർ EA അരുൺകുമാർ സർവീസ് ചട്ടങ്ങളെയും IHRD നിയമങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നത് അങ്ങേയറ്റം
പ്രതിഷേധാർഹമാണ്. അധ്യാപകനെ തിരിച്ചെടുത്തില്ലെങ്കിൽ അതിശക്തമായ സമരപ്രക്ഷോഭങ്ങൾക്ക് സംഘടന നേതൃത്വം നൽകും. സമരത്തിന്റെ ആദ്യപടിയായി IHRD ആസ്ഥാനത്ത് ഉപരോധ സമരം നടത്തുമെന്നും ജനറൽ സെക്രട്ടറി കെ ബിജുമോൻ അറിയിച്ചു. PJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഡീനും IHRDയിലെ ഇലക്ട്രോണിക്സ് വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ വിനു തോമസിനെയാണ് ഡയറക്ടർ ഇൻചാർജ് സർവീസിൽ നിന്നും തരം താഴ്ത്തിയത്. തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായിരുന്നപ്പോൾ ലൈബ്രറി ഡിജിറ്റലൈസേഷനിൽ ക്രമക്കേട് നടത്തിയെന്നാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. 10 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് നടത്തുന്നുവെന്ന ആരോപണമാണ് ഉയർന്നത്. എന്നാൽ PTA ഫണ്ടിൽ നിന്നും 4,22,450 രൂപ ചെലവിലാണ് പ്രവർത്തനം നടത്തിയത്. പ്രസ്തുത പരാതിയിൽ കയമ്പില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കി. ഇത് മറികടന്ന് അസോസിയേറ്റ് പ്രൊഫസർ മുതലുള്ള തസ്തികയിലെ നടപടികൾക്ക് IHRD എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മാത്രമുള്ള അധികാര ദുരുപയോഗം ചെയ്ത് ഡയറക്ടർ എടുത്ത നടപടി തെറ്റാണെന്ന് എംപ്ലോയീസ് യൂണിയൻ ചൂണ്ടിക്കാട്ടി. ഇതുമായി ബന്ധപ്പെട്ട കേസ് ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാനുള്ള ഉത്തരവ് മരവിപ്പിച്ചു. ഇരട്ട പൗരത്വ ആരോപണത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണമെന്ന ഉത്തരവ് അലഹബാദ് ഹൈക്കോടതി സ്വയം മരവിപ്പിച്ചു. പ്രതിയാക്കപ്പെട്ടവരുടെ വാദം കേൾക്കാതെ അന്തിമ ഉത്തരവ് പാടില്ലെന്ന ഹൈക്കോടതി ഫുൾ ബെഞ്ച് വിധി നിലനിൽക്കുന്നത് പരിഗണിച്ചാണ് ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി സ്വയം ഉത്തരവ് മരവിപ്പിച്ചത്. എതിർകക്ഷിക്ക് നോട്ടീസ് നൽകാതെ ഉത്തരവ് നൽകാനാവില്ലെന്ന് ശനിയാഴ്ച അദ്ദേഹം അറിയിച്ചു. കർണാടകയിലെ BJP നേതാവ് വിഘ്നേഷ് ശിശർ നൽകിയ അപ്പീലിലാണ് വെള്ളിയാഴ്ച കേസെടുക്കാൻ ഉത്തരവിട്ടത്. എന്നാൽ കേസിന്റെ ഒരു ഘട്ടത്തിലും രാഹുലിന് നോട്ടീസ് അയക്കാനോ അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാനോ സിംഗിൾ ബെഞ്ച് തയ്യാറായിരുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മത്സരിക്കുന്നത് വിലക്കണമെന്നും അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്നും അവകാശപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയതാണ്. ഗവർണറെ വരവേൽക്കാൻ പട്ടാളച്ചിട്ട വിവാദ സർക്കുലർ പിൻവലിച്ച് കാലടി സർവകലാശാല. കാലടി സംസ്കൃത സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ ഉദ്ഘാടനത്തിനെത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് പട്ടാളച്ചിട്ടയിൽ പെരുമാറ്റച്ചട്ടം അടിച്ചേൽപ്പിച്ച സംഭവത്തിൽ മലക്കം മറിഞ്ഞ വൈസ് ചാൻസലർ കർശന നിബന്ധനകൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ വിവാദ സർക്കുലർ പിൻവലിച്ച് തയ്യാറാക്കിയ സർവകലാശാല വാർത്താക്കുറിപ്പ് ഇറക്കി. ചൊവ്വാഴ്ച ശ്രീശങ്കര ജയന്തി ആഘോഷം ഉദ്ഘാടനത്തിനാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർവകലാശാലയിൽ എത്തുന്നത്. 3 നിർദ്ദേശങ്ങൾ മാത്രം ഉൾപ്പെടുത്തി രജിസ്ട്രാർ ഡോക്ടർ മോത്തി ജോർജ് ആണ് പുതിയ സർക്കുലർ ഇറക്കിയത്. പരിപാടിയിൽ പങ്കെടുക്കുന്നവർ ചൊവ്വാഴ്ച രാവിലെ 10:30 മുൻപ് എത്തി യഥാസ്ഥാനങ്ങളിൽ ഇരിക്കണമെന്നും ഗവർണർ ഹാളിലേക്ക് എത്തും മുമ്പ് എല്ലാവരും മൊബൈൽ ഫോണുകൾ നിശബ്ദമാക്കണമെന്നും ഗവർണർ എത്തിയാൽ പരിപാടി അവസാനിക്കുന്നതുവരെ ആരും ഹാൾ വിട്ട് പുറത്തു പോകാൻ പാടില്ലെന്നുമാണ് പുതിയ നിർദ്ദേശം. പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ പോലും പതിവില്ലാത്ത കർശന നിബന്ധനകളാണ് ഗവർണറുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച പുറത്തിറക്കിയ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. ഗവർണർ വരുമ്പോഴും മടങ്ങുമ്പോഴും സദസ്സാകെ എഴുന്നേറ്റ് നിന്ന് ആദരം പ്രകടിപ്പിക്കണമെന്നും ഗവർണറുടെ പ്രസംഗത്തിന് ശേഷം നിയന്ത്രിത രീതിയിൽ മാത്രമേ കൈയടിക്കാവൂ എന്നതുൾപ്പെടെയുള്ള നിബന്ധനകളാണ് വിവാദമായത്. സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി മാർച്ച് ആദ്യവാരമാണ് ഡോക്ടർ കെ ഗീതാകുമാരിയെ നീക്കി സിസ തോമസിനെ ഗവർണർ VC ആയി നിയമിച്ചത്. ഇതിനുശേഷം ഗവർണർ സർവകലാശാലയിൽ പങ്കെടുക്കുന്ന ആദ്യ പരിപാടിയാണ് ചൊവ്വാഴ്ചത്തേത്. അവധിക്കാലം കളർഫുള്ളാക്കാൻ ഗ്രന്ഥശാലകളിൽ വായനാ ചങ്ങാത്തത്തിന് തുടക്കം. സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ നിന്നും മോചിപ്പിച്ച് കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് തിരിച്ചുവിടുന്നതിനും രാസലഹരി വിലയപ്പെടാതെ കുട്ടികളെ സംരക്ഷിക്കുന്നതിനും ശാസ്ത്രബോധവും യുക്തിചിന്തയുമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിനും വേണ്ടി സമഗ്ര ശിക്ഷ കേരളവും ലൈബ്രറി കൗൺസിലും ചേർന്ന് മുഴുവൻ വായനശാലകളിൽ നടത്തുന്ന വായനാ ചങ്ങാത്തത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ സൗത്ത് സബ് ജില്ലാതല ഉദ്ഘാടനം ആറ്റടപ്പ ഗ്രാമോദ്ധാരണ വായനശാലയിൽ നടന്നു. സമഗ്ര ശിക്ഷ കേരള DPO ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലർ M പ്രിയ അധ്യക്ഷയായി. ബാല സിനിമാ താരം ആൽവിൻ മുകുന്ദ് വിശിഷ്ടാതിഥിയായി. BPCCR വിനോദ് കുമാർ പദ്ധതി വിശദീകരിച്ചു. ജനു ആഴ്ചാങ്കടി, രാജേഷ് മാണിക്കോത്ത്, VV സ്മിത, CB ബിഗേഷ്, ദിവ്യ രാഘവൻ, VV പ്രേമരാജൻ, TV ശുഭ, PK സുജയ്, VV പവിത്രൻ, ആതിര പ്രഭാകരൻ, PK ഗിൽന എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ ആദികൃഷ്ണ അനൂപ് തായമ്പക അവതരിപ്പിച്ചു. വായനാ ചങ്ങാത്തം പദ്ധതി ഏപ്രിൽ 20 മുതൽ മെയ് 20 വരെ നീണ്ടു നിൽക്കും. പുസ്തക പരിചയം, സാഹിത്യകാരനുമായി അഭിമുഖം, രചനാ പരിചയം, ചിത്രരചന, പ്രശ്നോത്തരി, ശാസ്ത്ര പരീക്ഷണങ്ങൾ, കൗതുക വസ്തു നിർമ്മാണം, കളിയങ്കണം, സുംബ ഡാൻസ്, റീൽസ് നിർമ്മാണം, തൊഴിൽ പരിശീലനം, പ്രകൃതി പഠന യാത്രകൾ, കയ്യെഴുത്തു മാസിക നിർമ്മാണം തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി നടക്കും.
മുണ്ടക്കൈയിലെ കോൺഗ്രസ് തട്ടിപ്പ്. കോൺഗ്രസ് തിരിഞ്ഞു നോക്കുന്നില്ല, ദുരന്തബാധിതർക്കെന്ന പേരിൽ കല്ലിട്ട ഭൂമിയിലേക്ക് വഴി കാണിച്ചു ഡിവൈഎഫ്ഐ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കണമെന്ന പേരിൽ മേപ്പാടി മുന്നമ്പത്തിയിൽ കോൺഗ്രസ് വാങ്ങിയ ഭൂമിയിലേക്ക് ബൈക്ക് റാലി നടത്തി വഴി കാണിച്ചു ഡിവൈഎഫ്ഐ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് 53 ദിവസങ്ങൾക്ക് മുമ്പ് കല്ലിട്ട് മടങ്ങിയ ഭൂമിയിലേക്ക് കോൺഗ്രസ് തിരിഞ്ഞു നോക്കുന്നതിനെ തുടർന്നായിരുന്നു വഴികാണിക്കൽ സമരം. കൽപ്പറ്റയിൽ സർക്കാർ ഒരുക്കിയ ടൗൺഷിപ്പിൽ നിന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ റാലി നടത്തിയത്. കുന്നറ്റയിലെ മൺപാതയ്ക്കരികിൽ വഴികാണിച്ച് ബാനറും സ്ഥാപിച്ചു. ദുരന്തബാധിതർക്ക് 230 വീട് നിർമ്മിക്കാൻ കോൺഗ്രസ് വാങ്ങിയെന്ന് പറയുന്ന 3.5 ഏക്കറിലുള്ള വഴി എന്ന ബാനറാണ് സ്ഥാപിച്ചത്. ഭൂമിക്കായി പണം പൂർണ്ണമായും കൊടുത്തിട്ടില്ലെന്നും എഴുതി ഒപ്പിട്ടും ദുരന്തം വിറ്റ് കോടികൾ പിരിച്ച കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് അവർ മറന്ന വാഗ്ദാനവും വഴിയും ഡിവൈഎഫ്ഐ ഓർമ്മിപ്പിക്കുകയാണെന്ന് വസീഫ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നു കല്ലിടൽ നാടകം. ദുരന്തബാധിതർക്കായി 25 വീട് പ്രഖ്യാപിച്ച ഡിവൈഎഫ്ഐ 100 വീടിനുള്ള പണമാണ് കൈമാറിയത്. പ്രവർത്തകർ കൂലിപ്പണിയെടുത്തും ആക്രി പെറുക്കി വിറ്റും അധ്വാനിച്ച് 20 കോടി രൂപ സമാഹരിച്ചു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ചേർന്ന് 230 വീടിനുള്ള പണമാണ് പിരിച്ചത്. വീടിന്റെ പ്രവൃത്തി തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കളവ് പറഞ്ഞു. ദുരന്തം കഴിഞ്ഞ് 20 മാസം പിന്നിട്ടിട്ടും ഒരു വീടിന്റെ പോലും പ്രവൃത്തി ആരംഭിക്കാത്തതിൽ ജനങ്ങളുടെ ഇവർ മറുപടി പറയണമെന്നും വസീഫ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കെ ആർ ജിതിൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൽ ജി ലിജീഷ്, പി സി ഷൈജു, ഷിജു ബി ഷിബു, അർജുൻ ഗോപാൽ, എം രമേശ്, പി ജംഷീദ്, എം കെ റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. പീഡനവീരന്മാരുടെ കൂടരായുമായി കോൺഗ്രസ്. KSU ജില്ലാ പ്രസിഡന്റിനെയും നേതൃത്വം സംരക്ഷിക്കുന്നു. സഹപ്രവർത്തകരെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്ത KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നിലപാട് കേരള രാഷ്ട്രീയത്തിന് അപമാനമാണെന്ന് ഡിവൈഎഫ്ഐ. 1.5 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത MC അതുലിനെ സ്ഥാനത്ത് നിന്നും നീക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് ലജ്ജാകരമാണ്. പരാതി ഉയർന്നപ്പോൾ തന്നെ പ്രതിക്ക് സംരക്ഷണം ഒരുക്കാൻ സഹായിച്ചത് കോൺഗ്രസ് നേതൃത്വമാണ്. സ്വന്തം സംഘടനയിലെ സ്ത്രീകൾക്ക് പോലും സുരക്ഷിതമായി പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം കോൺഗ്രസ് ക്രിമിനലുകളുടെ താവളമായി മാറിയിരിക്കുന്നു. പ്രതി MC അതുലിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. സമാനമായ ആരോപണങ്ങൾ നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള നേതാക്കളെ സംരക്ഷിക്കുന്ന അതേ രീതിയാണ് കണ്ണൂരിലും ആവർത്തിക്കുന്നത്. പ്രതിക്ക് സംരക്ഷണം ഒരുക്കിയ നേതാക്കളെ കുറിച്ചും അന്വേഷിക്കണം. പീഡനരോപിതരെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് മറുപടി പറയണം. ഇരയായ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതുവരെ ശക്തമായ പോരാട്ടം തുടരുമെന്നും ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. വായനാ ചലഞ്ച്. കൂടാളി പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിൽ വായനാ ചലഞ്ചിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരി KV പ്രേംജ ടീച്ചർ നിർവഹിച്ചു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിലുള്ള എല്ലാ ഗ്രന്ഥശാലകളിലും സംഘടിപ്പിക്കുന്ന വായനാ ചലഞ്ചിൽ ഗോൾഡൻ ചലഞ്ച് നേടുന്നവർക്ക് ഓണക്കാലത്ത് സൗജന്യ വിമാനയാത്രയാണ് നൽകുന്നത്. ഏപ്രിൽ 19 മുതൽ മെയ് 31 വരെയാണ് ചലഞ്ചിൻ്റെ കാലാവധി. ഉദ്ഘാടന യോഗത്തിൽ പ്രസിഡന്റ് PK വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാതല സർഗോത്സവത്തിൽ കഥാരചനയിൽ 3ാം സ്ഥാനം നേടിയ യദുനന്ദ സിക്ക് സമ്മാന വിതരണം ചെയ്തു. CA ലക്ഷ്മി ടീച്ചർ സംസാരിച്ചു. സെക്രട്ടറി P കരുണാകരൻ മാസ്റ്റർ സ്വാഗതവും C സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. നാളെ മുതൽ ചെങ്കല്ലിന് വില കൂടും. ചെങ്കല്ലിന് തിങ്കളാഴ്ച മുതൽ വില വർദ്ധിപ്പിക്കുമെന്ന് ചെങ്കൽ വ്യവസായ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പണകളിൽ കല്ലൊന്നിന് 5 രൂപയും വാഹനങ്ങളുടെയും ഡ്രൈവർമാരുടെയും തൊഴിലാളികളുടെയും കൂലി വർധനയും ഉൾപ്പെടുത്തി മാർക്കറ്റിൽ 3 രൂപയും അടക്കം ആകെ 8 രൂപയാണ് വർദ്ധിപ്പിക്കുക. പെർമിറ്റ് ഇല്ലാത്ത ക്വാറികൾക്ക് ഭീമമായ തുകയാണ് പിഴയിനത്തിൽ നൽകേണ്ടി വരുന്നത്. വാഹനങ്ങൾക്കുള്ള ഇന്ധന വിലയിലും പാർട്സുകളുടെ വിലയിലും ദിനംപ്രതി വർധനയുണ്ടാകുന്നു. കൂടാതെ മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന തൊഴിലാളികൾക്ക് 5 വർഷമായി കൂലി വർധന ഉണ്ടായിട്ടില്ല. ഇതെല്ലാം പരിഗണിച്ചാണ് വില വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി K മണികണ്ഠൻ, P പ്രകാശൻ, MP മനോഹരൻ, TP അബ്ദുൾ അസീസ്, മുസ്തഫ പയ്യന്നൂർ എന്നിവർ പങ്കെടുത്തു. എന്നാൽ അനധികൃതമായി വില വർദ്ധിപ്പിക്കുന്നതിനെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് DYFI ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.